കുട്ടിക്കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഇപ്പൊ സമയം കിട്ടാറില്ല. എങ്കിലും ഒരെണ്ണം ഞാൻ സാറിന് വേണ്ടി എഴുതുന്നുണ്ട്. അതറിയാം. എനിക്ക് വേണ്ടി ഞാൻ തന്നെ എഴുതുമ്പോ സിനിമയിൽ എനിക്ക് എന്റെ കഴിവുകൾ തെളിയിക്കാലോ. അല്ല, ഇത്രയും കാലം ഞാനായിട്ട് ക്ഷമിച്ചില്ലേ എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തിരക്കഥ കിട്ടാൻ വേണ്ടി. ഹും, ഇതുവരെ ഒരെണ്ണം കിട്ടാത്തോണ്ടാ ഞാനിങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. ആ, പിന്നെന്താ, നല്ല കഥയാ, നല്ല ഫീലുള്ള കഥ. ആ, ഞാൻ എഴുതി കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ. ഓക്കെ, ബൈ. ഏത് സീനിന്ന് ആദ്യം തുടങ്ങാ? ഫൈറ്റും തുടങ്ങിയാലോ? തെലുങ്കെന്നോ കന്നഡയെന്നോ ഒറ്റ സീൻ അടിച്ചു മാറ്റാം. അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. എഴുത്തുകാരനും നടനുമായ ശങ്കർ മേനോനെ പോലെ സ്വന്തം കാലിൽ മലയാള സിനിമയിൽ നിൽക്കണം. എന്നിട്ട് എന്റെ കഥയിൽ നായകനായി എനിക്ക് വിലസണം. അപ്പൊ ചാൻസ് തെണ്ടി നടക്കണ്ടല്ലോ. എന്താടാ ഏ ഒറ്റയ്ക്കൊരു സംസാരം? ഞാനൊരു കഥ എഴുതാനിരിക്കാ പറു. കുറച്ച് ഏകാന്തത വേണം. അപ്പോ നീ അഭിനയം വിട്ട് എഴുത്തു തുടങ്ങിയോ? ചാൻസ് കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് അവരവർക്ക് വേണ്ടത് അവരവരനെ എഴുതി ഉണ്ടാക്കുക എന്നുള്ള മലയാള സിനിമയുടെ പുതിയ രീതി ഞാനും ഫോളോ ചെയ്യുന്നു. അത് നന്നായി. സിനിമ അറിയാൻ കഴിയുമ്പോ നമ്മള് ഫേസ്ബുക്ക് വഴി ഒന്ന് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒന്ന് വിജയിപ്പിച്ചോളും. അല്ല, എന്താ കഥന്റെ പേര്? പരസ്യം പതിക്കരുത്. അയ്യേ, ഇതെന്ത് പേരാ? വെറൈറ്റി അല്ലേ, ഇതിനെന്താ കുഴപ്പം? കുഴപ്പത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു നീ എന്നെ കുഴപ്പത്തിലാക്കല്ലേ. പോട്ടെ, കഥ എന്താ? കഥ പറയാം, പക്ഷെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. നീ ആരോടെയും പറയോ? അതെ, ഞാൻ എന്റെ ജിമ്മിൽ മൊത്തം പോസ്റ്റർ ഒട്ടിക്കാൻ പോവാണല്ലോ. എനിക്ക് എന്തിനാടാ നിന്റെ കഥ? ഒന്ന് പറടാ. എന്നാ കേട്ടോ. സൂപ്പർ ഹിറ്റ് ആവാൻ പോകുന്ന ഈ ന്യൂ ജനറേഷൻ സിനിമ നടക്കുന്നത് സിറ്റിയിലല്ല, ഒരു ഗ്രാമത്തിലാ. ഗ്രാമത്തിന്റെ പേര് ഗ്രാമത്തിന്റെ പേര് പാലൂട്ടി. എന്തുട്ടി? പാലൂട്ടി. പാലൂട്ടി നല്ല പേരല്ലേ? അല്ല, പേര് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ കഥ നല്ലതാ. ഒന്ന് കേട്ടിട്ട്. അയ്യോ വയ്യ, ശക്തിയില്ല. നീ ആളെ വിടുമോനെ. എടി പ്ലീസ്, ഇതൊന്നും കേട്ടിട്ട് ഞാൻ ഒന്ന് പറയട്ടെ. എടാ പോട്ടെ, മാറിക്കേ, ഞാൻ കഥയൊക്കെ പിന്നെ കേക്കാം. നീ കേൾക്കില്ല അല്ലേ? കേൾക്കാതെ നീ ഇവിടുന്ന് പുറത്തു പോവില്ല. കഥ പറയട്ടെ. പറഞ്ഞു, നീ പറഞ്ഞു, ഞാൻ കേക്കാം. ആ, അങ്ങനെ പാലൂട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ പശുത്തൊഴുത്തിലെ ചാണകക്കുണ്ടെന്ന് നമ്മൾ ആദ്യത്തെ ഷോട്ട്. അതൊക്കെ ഉണ്ടാവും. കേൾവിക്കാരന്റെ റിയാക്ഷൻ ഇതിൽ ഭയങ്കര പ്രധാന. ഛർദിക്കണോ? വേണ്ട, പറഞ്ഞു. അപ്പോ കേട്ടോ, ചാണകക്കുണ്ടിൽ നിന്ന് പൊങ്ങി വരുന്ന നായകൻ. അയ്യേ, ഇവളെന്താ ഇങ്ങനെ? ഞാനൊരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടോ ഈ കോഫി ഷോപ്പിന്റെ ഓണർ ആയതുകൊണ്ടോ എനിക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടോ ഞാൻ ഗ്ലാമർ ആയതുകൊണ്ടോ പറയുന്നതല്ല. എല്ലാവരും എന്നെ പോലെ ആണോന്നില്ല. പക്ഷേ നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഈ കല്യാണത്തിന് സമ്മതിക്കണോ? പിന്നല്ലാതെ, ഇതൊക്കെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ. നിന്റെ കല്യാണം കഴിഞ്ഞാൽ എന്താ ഞാനിവിടെ ഇല്ലേ? ഹസ്ബൻഡ് ആകാൻ പോകുന്ന ആൾക്ക് തീരെ ട്രെൻഡ് ഇല്ല. നിന്റെ അത്ര ഇല്ലേലും ഒരു മിനിമം എങ്കിലും വേണ്ടേ? അതൊന്നും സാരമില്ല. ഞാൻ അവന് എന്റെ കുറച്ച് ഗേൾ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. അവരവനെ ട്രെൻഡി ആക്കി എടുത്തോ. എന്താ പോരെ? നീ ഇങ്ങനെ ഡെസ്പായിരിക്കല്ലേ, വീട്ടിലേക്കല്ലേ, നമുക്ക് കല്യാണമൊക്കെ അടിച്ചു പൊളിക്കാം. ആ, പിന്നെ വീട്ടിൽ ചെല്ലുമ്പോ തീരുമാനം മാറരുത്. ഈ എലിവിഷം പാഷാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലവ് ഫെയിലിയറിന്റെ കാര്യത്തിൽ വലിയ റോളുള്ളവരാ. അപ്പൊ അതിനോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ശരി. വീട്ടിൽ കല്യാണത്തിന്റെ തിരക്കൊക്കെ അല്ലേ, പൊക്കോ. ബൈ ടോണി. പിന്നെ കല്യാണത്തിന് ഞങ്ങളൊക്കെ ഉണ്ടാവട്ടാ. ഈശ്വര, നീ ഇതിനൊക്കെ കാണേണ്ട രീതിയിൽ എന്നെ കാണാണ്ടിരുന്നാ മതിയായിരുന്നു. ഓ ജീസസ്. ആ പാവത്തിനെ ഡിലീറ്റ് ചെയ്തല്ലേ? ഒരു വിധത്തിൽ. നീ ഒരു കോഫി എടുത്തേ. ഈ പ്രാക്കൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും? ഒരാളെ സ്നേഹിക്കുന്ന കുറ്റാണോ? അന്ന് അവക്കത് ആവശ്യമായിരുന്നു. എൻ്റെ കയ്യിൽ ആവശ്യത്തിൽ അധികം ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന തെറ്റാണ്. അതിന് പ്രാക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ. ചിലക്കാണ്ട് കോഫി എടുക്കും. ആരടെ ഇത്? ചിഞ്ചു, ബുദ്ധി വളർച്ചയില്ലാത്തൊരു പിഞ്ചു കുഞ്ഞാണ്. ഇവിടെ എത്തി. ഇതാണോ നിന്റെ ചിഞ്ചു? എന്റെ ഒന്നുമല്ല, പിശാചു. ഹായ് ചിഞ്ചു. സാറേ, ആഹാ, ഞങ്ങളൊക്കെ അറിയോ? എല്ലാരും അറിയാം. ആണ്ടേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷർട്ട് എടുത്തിട്ടപ്പോഴേ വിചാരിച്ചതാ എന്തേലും പണി വരൂ. ഡാ,
മര്യാദയ്ക്ക് സംസാരിക്കോ. ചിഞ്ചു പോകാൻ തരുന്നില്ലല്ലോ. കോഫി എടുക്കട്ടെ? ഒരു ധൃതിയും ഇല്ല. ടോണി മോൻ പറഞ്ഞ ചെലപ്പം. ആ ഞാൻ പറഞ്ഞാ നീ പോവോ? എനിക്ക് സന്തോഷം. പോ, വേഗം പോ. പോ പോട്ടാ. പോണില്ലേ? പോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ടോണി പറഞ്ഞ ചെലപ്പം ഔട്ടിങ്ങിന് പോകുന്ന കാര്യാ ഉദ്ദേശിച്ചത്. ഔട്ടിങ് ഇനി എന്ത് ഔട്ടാവാൻ? നിന്നെ കണ്ടപ്പോഴേ കംപ്ലീറ്റ് ഔട്ടായി. ടോണി ഈ ടോണിക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ? വിടും. ചിഞ്ചുന്റെ പുഞ്ചയല്ലേ. ഈ ടോണിൽ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെ വിളിക്കാനാ? ഇതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. ഇത് കേൾക്കുമ്പോ എനിക്കൊരുമാതിരി ദേഹം മുഴുവൻ പുഴു ഇരിക്കുന്ന പോലെ. പ്ലീസ് വിടുവച്ചേ. അങ്ങനെ കഥാനായികയായി പാലൂട്ടി സുലഭ ഈ കവട സാഹിബിന്റെ വീട്ടിൽ പാല് കൊടുക്കാൻ പോയ ആ രാത്രി. ഏ? ഒരു ഡൗട്ട് വെച്ചോട്ടെ. നീ ഡൗട്ട് നോക്കി. നമ്മൾ തർക്കിക്കണം. നല്ല തർക്കങ്ങൾ ഉണ്ടായാലേ നല്ല തിരക്കഥകൾ ഉണ്ടാവുള്ളൂ. നീ ചോദിക്ക്. പാല് കൊണ്ടുപോയ രാത്രി എന്ന് വെച്ചാ രാത്രിയിലാണോ പാല് കൊണ്ടുവന്നത്? അല്ല, അത് പിന്നെ ഈ ഗ്രാമത്തിലെ പശുക്കളെ രാത്രി കറക്കാറ്. അങ്ങനെ ഒരു പ്രത്യേകതയും പാലൂട്ടിക്കുണ്ട്. അതുപോട്ടെ, കഥയിൽ ചോദ്യമല്ല. അപ്പോഴാണ് നമ്മുടെ വില്ലൻ നായികൻ ആക്രമിക്കാൻ വരുന്നത്. അപ്പോഴാണ് നമ്മുടെ നായകൻ, അതായത് ഞാൻ, ആ വീടിന്റെ വാതിൽക്കല് ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത്. അതെന്തിനാ അത് ചെരിഞ്ഞു നിൽക്കുന്നത്? അത് പിന്നെ നായകന്മാരുടെ ഇൻട്രൊഡക്ഷൻ സീനില് മോളിന്ന് താഴോട്ട് ചാടി ചെരിഞ്ഞു നിൽക്കുന്നതല്ലേ ഫാഷൻ. ദാ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കും. കൈ പോയി. ഓക്കെ 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 ഓക്കെ. ആ, എന്നിട്ട് എന്റെ ഫസ്റ്റ് ഡയലോഗ് ഞാൻ എന്റെ പേര് പറയും. ഞാൻ കണ്ണൻ, പാലൂട്ടി കണ്ണൻ. ഉടനെ വ്യാജ സാഹിബ് ഒരു 105 കിലോ ഭാരം 7 അടി പൊക്കമുള്ള ആള് തിരിച്ചു പറയും, ഞാൻ ജെറോസ, ബ്രേലി ലോപ്പസ് ജെറോസ. ആ പേര് എന്നോട് പറയുന്ന സമയത്ത് ഞാൻ അയാളെ പള്ളക്കിട്ട് കുത്തും. ആ സമയത്ത് അയാൾ എന്റെ കിറുക്കിട്ട് തോണ്ടും. ആ സമയത്ത് ഞാൻ അയാളുടെ താടി തട്ടി അങ്ങാടിയാക്കിയിട്ട് ചെവിക്കല്ലടിച്ച് പൊട്ടിക്കും. ഇങ്ങനെ തുടരുന്ന ഫൈറ്റിന്റെ അവസാനം ഞാൻ അയാളുടെ പേടലി അടിച്ചോടിച്ച് ഇരിക്കുന്ന സ്ഥലത്താണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആനന്ദ് ശശിധരൻ പാലൂട്ടിക്കണ്ണൻ. എങ്ങനെയുണ്ട് എന്റെ കഥയുടെ തുടക്കം? അപ്പൊ സിനിമ തുടങ്ങിയതേ ഉള്ളോ? ഞാൻ വന്ന് ആൾക്കാർക്ക് എങ്ങനെ ത്രസിച്ചിരിക്കുന്ന സീനല്ലേ? നീ ത്രസിച്ചില്ലേ? പിന്നെ ത്രസിച്ചോന്നോ? കുള്ളിര് കോറിപ്പോയി. സത്യത്തിൽ എനിക്ക് വിസിലടിക്കാനാ തോന്നിയത്. താങ്ക് യു പാറു. ശ്ശേ, ഇതൊന്നും കേൾക്കാനും കാണാനും റോച്ചനൊന്നും ഇവിടെ ഇല്ലാണ്ട് പോയതാണല്ലോടാ എന്റെ വിഷമം. നീ വിഷമിക്കണ്ട, അവർ രാത്രി വന്നാ ഞാൻ പറഞ്ഞോളാം. ഓഹോ, അപ്പൊ അവർക്കൊക്കെ ഭാഗ്യമുണ്ടല്ലേ? പിന്നെ അങ്ങനെ കഥ തുടങ്ങണം. ആ? സുലഭയും കൊണ്ട് പാലൂട്ടിക്കണ്ണൻ ഇങ്ങനെ പോകവേ. പപ്പ ടോണിക്കുട്ടനെ കാണാനിരിക്കുവാ. നമ്മുടെ കാര്യം തീരുമാനാക്കുക. കോളടിച്ചില്ല ടോണി. ഈ നിങ്ങൾക്ക് ബന്ധനങ്ങളോ ഒന്നുമില്ലല്ലേ? എടി സാറാ, നിന്റെ അനാവസ്ഥക്കാരുള്ള ക്വാളിറ്റി ഉണ്ടല്ലോ, നിർത്തിക്കോ. എപ്പോഴാ മനുഷ്യന്റെ കൺട്രോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ടോണി മോന്റെ ഒരു ശുണ്ടി. ദേഹത്തോട്ടല്ലോ. ഞാൻ ദേഹത്ത് തൊട്ടാ എന്താ? നീ എന്നല്ല, ആരും ദേഹത്തോടുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക പ്രശ്നമുണ്ട്. അല്ല, നീ അതിന് മെഡിസിൻ കഴിക്കാറില്ലേ? മെഡിസിൻ, അതിനൊക്കെ ഒരു പരിധിയില്ലേ. ആദ്യമൊക്കെ ആരെങ്കിലും തൊട്ടാ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നാണ് അസുഖം മൂർച്ഛിച്ചത്. പിന്നെ ആരെങ്കിലും എൻ്റെ ദേഹത്ത് തൊട്ടാ എൻ്റെ സ്ഥിരതയില്ലാത്ത ബുദ്ധി ആദ്യം ചിന്തിക്കുന്നത് ആ ആളിനെ എങ്ങനെ കൊല്ലാന്നാ. അയ്യോ കഷ്ടം. ഇത്രയും വലിയ അസുഖം ഉണ്ടായിട്ട് എന്താ ടോണി നീ പറഞ്ഞില്ല? ഒന്നും നീ അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടാ. പോട്ടെ ടോണി, എന്തിനാ നീ കൊച്ചുകുട്ടികൾ കരയുന്ന പോലെ കരയുന്നത്? ഈ ഭൂമിയില് നീ ദിവസങ്ങൾ എന്നെ കരയുമ്പോൾ തകരുന്നത് നിന്റെ ചിഞ്ചുവിന്റെ ഹൃദയമാ. അവസാനമായിട്ട് നിനക്ക് നന്മ ചെയ്തിട്ട് മരിച്ചൊരു ടോണി. സാറാ മതി, എന്തായത് ഓവറാക്കണ്ട. പോട്ടെ ചിഞ്ചു. ചിഞ്ചുവിനെ അസുഖവും ബോധക്കേടും ഒന്നുമില്ലാത്ത നല്ലൊരു ഹസ്ബൻഡ് കിട്ടും. വേണ്ട, എനിക്ക് ഇതിനെ മതി. ഇതിനെ ഞാൻ സ്നേഹിച്ചു പോയത്. ഇതിന് മരിച്ചു പോയാലും മരിച്ചാലും സ്വസ്ഥത വരൂലല്ലേ? അല്ല, ഞാൻ മരിച്ചു പോയാ ചിഞ്ചുവിന് സ്വസ്ഥത കിട്ടൂലെന്ന് പറയുമായിരുന്നു. സ്വസ്ഥതയല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്, നിന്നെ ടോണിക്കുട്ട. പക്ഷെ ഞാൻ സ്വസ്ഥത ഇഷ്ടപ്പെട്ട ഒരു കുട്ടി. അങ്ങനെ സ്റ്റൈലിൽ അവളെ മോചിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ
പിന്നെ നിന്ന് ആരോ പാലൂട്ടിക്കണ്ണന് തലക്കിട്ട് കരിങ്കല്ലെറിഞ്ഞു. അങ്ങനെ കഥ ഫ്ലാഷ് ബാക്കിലേക്ക്. പിന്നെ നിന്ന് കരിങ്കല്ലെറിഞ്ഞത് ആരാ, അഥവാ പാലൂട്ടിക്കണ്ണൻ ആരായിരുന്നു, അതൊക്കെ. ഇനി പാലൂട്ടിക്കണ്ണന്റെ അച്ഛൻ പാലൂട്ടി രാധാകൃഷ്ണൻ കൗണ്ടർ ആരാണെന്ന് ഈ ഫ്ലാഷ് ബാക്കിൽ വ്യക്തമാകുന്നു. വൗ. അയ്യോ കൊള്ളാം. പിന്നെ എന്നിട്ട് എന്ത് പറ്റി? കഥ പറ. ഇൻട്രസ്റ്റിംഗ്. കഥ ഫ്ലാഷ് ബാക്കിലേക്ക്. പാലൂട്ടിയില് കൗണ്ടർ പോസ്റ്റിലേക്ക് ഇലക്ഷൻ നടക്കുന്ന കാലം. പാലൂട്ടി രാധാകൃഷ്ണനും പാലൂട്ടി ഔസേപ്പച്ചനും തമ്മിൽ ഭയങ്കര മത്സരം. അതിൽ പാലൂട്ടി രാധാകൃഷ്ണൻ വിജയിക്കുന്നു. പക്ഷേ പാലൂട്ടി ഔസേപ്പച്ചൻ പാലൂട്ടി രാധാകൃഷ്ണനെ കൊല്ലുന്നു. എന്നിട്ട് ആ കൗണ്ടർ പോസ്റ്റ് പാലൂട്ടി ഔസേപ്പച്ചൻ പിടിക്കുന്നു. ചതിയൻ. എന്നിട്ട് കേക്ക്, കാലങ്ങൾ പാലൂട്ടി ഭരിച്ചത് ഔസേപ്പച്ചൻ കൗണ്ടർ ആയിരുന്നു. ഇതിനിടയിൽ പാലൂട്ടി രാധാകൃഷ്ണനെ ഒരു പണി പറ്റിച്ചു. ആ ചേരിയിലുണ്ടായിരുന്ന ഷീലയിൽ ഒരു കുട്ടി കണ്ണൻ. കണ്ണൻ വളർന്നത് ഒരു പാട്ടിലൂടെയാ. കണ്ണൻ ഇത്രയും വളരുന്ന ആ നാട്ടുകാരും വിചാരിച്ചില്ല. കണ്ണൻ വളർന്നപ്പോ പാലൂട്ടി ഔസേപ്പച്ചനെ കരിങ്കല്ലെറിഞ്ഞ് കൊന്നു. അതിനുശേഷം എല്ലാവരും കണ്ണനോട് ആ കൗണ്ടർ പോസ്റ്റ് ഏറ്റെടുക്കാൻ പറഞ്ഞു. പക്ഷെ കണ്ണൻ അത് ഏറ്റെടുത്തില്ല. അതിനുശേഷം നാട്ടുകാർ ആ പോസ്റ്റിന് കണ്ണൻ എന്ന് പേരിട്ടു. ஐயோ என்ன ஸ்டோரி. ரஜினிகாந்த் படம் பாக்குற மாதிரியே இருக்கு. சூப்பர்மா. അപ്പടിയാ? ஆமா. ആഹാ. അതിനുശേഷം അതിന് കരിങ്കൽ വാർ അഥവാ കരിങ്കൽ ജാഥ അഥവാ കരിങ്കൽ തല്ല് എന്ന് പേരിട്ടു. അപ്പൊ കഥ ലൈവിലേക്ക് കട്ടിയാറാടാ. ആ, ഇനി 1 മണിക്കൂറും കൂടി. അങ്ങനെ വീണ്ടും പാലൂട്ടിയിലേക്ക് കൗണ്ടർ പോസ്റ്റിലേക്ക് ഇലക്ഷൻ വന്നു. പാലൂട്ടിക്കണ്ണൻ ഒരു പ്രശ്നമില്ലാതെ ജയിച്ചു. അങ്ങനെ ഇരിക്കെ പാലൂട്ടിയിലേക്ക് 1, 2, ഒരു 33 ഗുണ്ടകൾ വന്നു. അവരറിയപ്പെടുന്നത് പോയ്സൺ ഗ്രൂപ്പ് എന്നാണ്. അവര് പാലൂട്ടിക്കണ്ണനെ എലിവിഷം വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അവര് സ്വതവേ എലിവിഷം കൊടുത്ത എല്ലാവരും പാലൂട്ടിയിൽ ചത്തിട്ടുണ്ട്. അയ്യോ, അപ്പൊ കണ്ണെന്തിനു സംഭവിക്കോ? പേടിക്കണ്ട പാറു. എലിവിഷം കഴിച്ച കണ്ണൻ തളരാതെ ഈ 33 ഗുണ്ടകളെ നിലംപരിശാക്കി. എന്നിട്ടേ ജനങ്ങൾ ഈ സമയത്ത് കണ്ണനെ പാലൂട്ടിയിലെ ഹോസ്പിറ്റലിലാക്കി. അപ്പോഴാണ് ശരിക്കും പാലൂട്ടി ഞെട്ടിയത്. കണ്ണനൊരു സാധാരണ മനുഷ്യനല്ല. ഹൂ, കാരണം എലിവിഷൊന്നും കണ്ണനൊരു പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ഒന്നടങ്കം പറഞ്ഞു, ഇയാൾക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന്. എന്താന്നറിയോ? കണ്ണന് തുല്യം കണ്ണൻ മാത്രം. കൊലം മാത്രമേ ഞാൻ കാത്തിരുന്നത് നിനക്ക് വേണ്ടിയല്ല ടോണി. ഇങ്ങനൊരു അസുഖത്തിന്റെ കാര്യം വന്നപ്പം പറയായിരുന്നില്ലേ ടോണി? എന്ത്? ഞാൻ അസുഖത്തോട് പറയണമായിരുന്നു ഇക്കാലം അത്ര ഒരാൾ കാത്തിരിപ്പുണ്ട്, അതുകൊണ്ട് പോയിട്ട് പിന്നെ വരാം. അതല്ല എന്നോട്. നിന്നോട് എന്നാ പോയിട്ട് പിന്നെ വാ പോ. പോട്ടെ ടോണി. ചിഞ്ചു കരയുന്ന കണ്ടോ? എനിക്കെന്തോ ഈ കുട്ടിയെ കറക്റ്റ് എന്നെ മനസ്സ് പറയുന്നു. ആ, നിന്റെ മനസ്സങ്ങനെ പല മണ്ടത്തരങ്ങളും പറയും. അത് നീ സ്വയം കേട്ടാ മതി, എന്നോട് പണയണ്ട കേട്ടാ. റോയിച്ച വന്നല്ലോ. ഹേയ് ചുമ്മാ ഒന്നുമില്ലെന്ന്. ഇവര് പണ്ട് ഒരുമിച്ച് പഠിച്ച കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. ആ കൊച്ചിനവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു ദിവസം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ അവനടുത്ത് നിന്നു. അവളുടെ പപ്പയായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോ അവനത് ഈ നൂരാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറഞ്ഞതാ. ഏതോ ലോകത്തില്ലാത്ത ഏതോ രോഗത്തിന്റെ പേരും പറഞ്ഞു. പക്ഷെ അവള് പറഞ്ഞു എന്നെ കെട്ടിയില്ലെങ്കിൽ നിന്റെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ചാവൂന്ന്. പെട്ടില്ലേ? അവസാനം എന്താവാനാ? അവന്റെ ചേട്ടനൊരു സ്ട്രേറ്റ് ഫോർവേഡാണ്. അവൻ പിടിച്ച് 2 അങ്ങ് കെട്ടിച്ചു. അതെ അതെ, രോഗം അവന്റെ സ്ഥിരം നമ്പറായിരുന്നു. ബാല്യകാല സഖിയുടെയും ഏട്ടന്റെ മുമ്പിൽ അതങ്ങ് പൊളിഞ്ഞു. ആ അത് തന്നെ. എങ്ങനെയുണ്ട്? അപ്പൊ ശരിടാ, ഞാൻ കോഫി ഷോപ്പിലാ, ഞാൻ വിളിക്കാം. ഓക്കെ ബൈ. റോയിച്ച, ചിഞ്ചു. ഹായ് ചിഞ്ചു. അല്ല ഇവനെന്താ ബ്ലിങ്കസി ആയിട്ടിരിക്കണ? അതെങ്ങനെ ബ്ലിങ്കസ് അടിക്കാതിരിക്കും? റോയിച്ച ഫോണിൽ സംസാരിച്ച സീനാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ ഗേള് ചിഞ്ചുവോ ബോയ് ടോണിയോ ആണ്. പപ്പയുമായി ടോണിയുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വന്ന ബാല്യകാല സഖിയാണ് ചിഞ്ചു. പിന്നെ ഇല്ലാത്ത അസുഖം പറഞ്ഞ ടോണി ഞെട്ടാതെ
ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കണ്ണീര് വീണ സൗത്ത് ഇന്ത്യയിലെ ഏക കോഫി ഷോപ്പ് ഒരു പക്ഷേ ഇതായിരിക്കും. ഏതായാലും ഇപ്പം രക്ഷപ്പെട്ടേക്കാം. പാറു പാറു എന്തു പറ്റി മോളെ? കർത്താവേ, ആരുമില്ല ഇവിടെ. കുറച്ച് വെള്ളം നിലച്ചു നോക്കാം. ആനന്ദ്, എന്താ എന്തു പറ്റി? അവക്ക് എന്ത് സംഭവിച്ചു? പറ, പറയാൻ. ഞാനാ അവളെ പറ, പറയാൻ. എന്താ ഉണ്ടായത്? വേണ്ടെന്നൊരായിരം തവണ പറഞ്ഞതാ, പക്ഷെ ഞാൻ കേട്ടില്ല. ആ നിമിഷത്തെ ആവേശത്തില് എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. ഞാനത് ചെയ്തു പോയി. എടാ, എന്താ നീ ചെയ്തത്? എങ്ങനെ തോന്നില്ല നിനക്കത്? പൊട്ടി. സാറാ, മിണ്ടരുത് നീ. റോയ്ച്ചനത് നിന്നെ വെച്ചേക്കില്ല. പൊയ്ക്കോ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്. എന്തിന്? ഒളിച്ചു പോകുന്നൊക്കെ ഭീരുത്വ. ഞാൻ പോവില്ല. വേണമെങ്കിൽ സുലഭേനെ റേപ്പ് ചെയ്യുന്ന സീൻ ഒഴിവാക്കാം. പക്ഷെ ക്ലൈമാക്സിൽ പാലൂട്ടിക്കണ്ണൻ ചാവും. ഒരു കഥ എഴുതിയിട്ട് അതിൽ റേപ്പ് സീൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാനൊന്നും പോകുന്നില്ല. സത്യത്തിൽ എന്താ ഉണ്ടായത്? അത് ശരി. അപ്പൊ ഇതുവരെ ഒന്നും മനസ്സിലാവാതെ അല്ലേ തല്ലി എന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചത്? എന്റെ കഥയിൽ ഒരു നിർണായക വഴിത്തിരിയിൽ വരുന്ന ഭീകര സീൻ കേട്ട് ബോധം കെട്ട് കിടക്കുന്ന കിടപ്പാത്. ഓരോരുത്തർ വന്നോളും. ആളെ പേടിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് കഥയുടെ ക്ലൈമാക്സ് കേട്ടെ. ആ ശരിയാ, അതുകൂടെ കേട്ടിട്ട് വേണം സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ. അതെന്താടാ? ഇവന്റെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പേടി സ്വപ്നം ഒന്നും ഉണ്ടാവത്തില്ലല്ലോ. അത് കാര്യാക്കണ്ടേ? നീ പറ. അത് ശരിയാ, നീ പറയടാ, ധൈര്യമായിട്ട് പറ. ഈ പാലൂട്ടി കണ്ണൻ സിനിമയുടെ ആദ്യ ഭാഗത്ത് കരിങ്കല്ല് തലക്കേറ്റ് വീഴുന്നു, പിന്നെ ഫ്ലാഷ് ബാക്ക്. ഇനി അവസാനം വീണ്ടും ആ വീഴ്ചയിലേക്ക് തിരിച്ചു വരുന്നു. ഇനി പറഞ്ഞോ. ആ വീഴ്ച താഴെത്തുന്നതിന്റെ മുമ്പാണല്ലോ ഫ്ലാഷ് ബാക്കിലേക്ക് പോയത്. താഴെ വീഴുന്നതിന്റെ മുമ്പ് തന്നെ കറങ്ങി തലയ്ക്ക് വീണ കല്ല് കൈകൊണ്ട് പിടിക്കുന്ന കണ്ണൻ ആ ദേഷ്യം കരിങ്കല്ലിൽ തീർക്കുന്നു. അത് കയ്യിൽ വെച്ച് പൊടിച്ചു കളയുന്നു. എന്നിട്ട് അതും കൊണ്ട് ഓടിച്ചെന്ന് ഔസേപ്പച്ചൻ കൗണ്ടറിന്റെ മോന്റെ കണ്ണിലിടുന്നു. പിന്നെ അവൻ ഇടിച്ച് ചമ്മന്തിയാക്കുന്ന കണ്ണൻ. ശരിക്കും ആ എയറിൽ മരിക്കുന്നതായിട്ടാണ് ഞാൻ തിരക്കഥ എഴുതിയത്. പക്ഷേ അത് കേട്ട് പാറു ബോധം കെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് കറക്ഷൻസ് ഒക്കെ വരുത്തി. എങ്ങനെയുണ്ട്? പടം പൊട്ടും എന്നാ കേട്ടിട്ട് കുഴപ്പമില്ല. പൊട്ടൊന്നുമില്ല, അത് പോട്ടെ. നീ പറ, എങ്ങനെയുണ്ട്? പാലൊട്ടിക്കണ്ണൻ മരിച്ചാൽ കൊള്ളത്തില്ല. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കൊള്ളത്തില്ല. ഓക്കെ, താങ്ക് യു. റോയ്ച്ച, എങ്ങനെയുണ്ട് പടം? അത് പിന്നെ കണ്ണനായിട്ട് നീയല്ല അഭിനയിക്കണേ. അതെ. പടം ഇറങ്ങിക്കഴിഞ്ഞാ വഴിയിലിറങ്ങുമ്പോ നാട്ടുകാർ മനസ്സിലാക്കണ്ട നീയാണ് കണ്ണനായിട്ട് അഭിനയിച്ചതെന്ന്. ഓ, മനസ്സിലായി. ഓട്ടോഗ്രാഫ് കൊടുത്ത് മരിക്കായിരിക്കും. അല്ല, അത് കൊടുത്തില്ലേലും മരിക്കും. അതല്ല, ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽപ്പെട്ട് മരിക്കുന്നതിലും ഭേദം, അതും പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽപ്പെട്ട് മരിക്കുന്നതിലും നല്ലത് വല്ല ട്രെയിനിനും തലവെക്കുന്നു. അതാവുമ്പോ മരിക്കുള്ളൂ. ഇത് മരിക്കാതെ മരിക്കേണ്ടി വരും. അതാ പറഞ്ഞത്. റോയ്ച്ചന്റെ സംഭാഷണത്തിൽ നല്ല ലാഗ് ഉണ്ട്. അതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായില്ല. അത് പടം ഇറങ്ങുമ്പോ മനസ്സിലാവും. ഹോ, പിന്നെ ടോണി, നിന്നോട് അഭിപ്രായം ചോദിക്കുന്നതിന്റെ മുന്നേ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം. അടുത്തടി വെയിറ്റിംഗാ. ഇനി പറ, എങ്ങനെയുണ്ട് കഥ? നിന്റെ പടം ഇറങ്ങുമ്പോഴും നീ ഇതുപോലെ ആൾക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പീഡിപ്പിച്ച് ചെയ്തിട്ട് കൊണ്ട് കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നിന്റെ പടം സൂപ്പർ ഹിറ്റാ. എന്നാൽ ഇവിടെ ഇവന്റെ വായനെങ്കിലും ഞാൻ കേട്ടില്ലേ എന്റെ പടം വിജയിക്കുന്നു. മതിയടാ, സന്തോഷായി ടോണിക്കുട്ട, സന്തോഷായി.